പട്ടായയിൽ മേജർ സിനിപ്ലെക്സിൻ്റെ ഒരു തിയേറ്റർ ഉണ്ട്. യെസ്, തേർഡ് ഫ്ലോർ. നമുക്ക് തേർഡ് ഫ്ലോറിൽ പോയി നോക്കാം. ഒരു തായ് ഹൊറർ ഫിലിം വന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് സബ്ടൈറ്റിൽ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു തായ് പടം കാണാമല്ലോ. എന്തായാലും നമ്മുടെ നാട്ടിൽ തായ് പടങ്ങളൊന്നും റിലീസില്ല. ഹൊറർ ഫിലിമാണ്. അഡൾട്ട്സ് അല്ല, ആർ റേറ്റഡ് അല്ല, PG-16 എന്നൊക്കെ പറയില്ലേ, PG-15. ഇവിടെയുള്ള മിക്ക പടങ്ങളും ഹൊറർ ഫിലിമാണെന്ന് തോന്നുന്നു. ഇതേതോ അടുത്ത ബിഗ് ടിക്കറ്റ് ഫിലിമാണെന്ന് തോന്നുന്നു. ഈ മേജറിൻ്റെ മൾട്ടിപ്ലക്സുകളെല്ലാം മിനിമം ഒരു 8 സ്ക്രീനെങ്കിലും ഉണ്ടാവും തോന്നുന്നു. ഇതുണ്ട്, പട്ടായ പോലുള്ളൊരു ചെറിയ ടൗണിൽ 8 സ്ക്രീൻ ഉണ്ട് ഇവിടെ. പുറത്ത് കണ്ടതല്ല കേട്ടോ, അത് ജസ്റ്റ് ടിക്കറ്റ് കൗണ്ടറാണ്. ഇത് കൊള്ളാലോ. മേജർ സിനിപ്ലെക്സ് ആംബിയൻസ് വിട്ടൊരു കളിയില്ലാന്ന് തോന്നുന്നു. കൊള്ളാം. സൂപ്പർമാൻ്റെ പ്രീമിയർ, പിന്നെ F1, ജുറാസിക് വേൾഡ് തുടങ്ങിയ സിനിമകളെല്ലാം 4DX, ScreenX തുടങ്ങിയ ഫോർമാറ്റിലൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള മൂവി ടൂർ ബാങ്കോക്കിൽ വന്നതിൻ്റെ ഭാഗമായി ഇവിടുത്തെ ഒരു ട്രഡീഷണൽ തായ് ഹൊറർ ഫിലിം കാണാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായിരുന്നു. ഹഗോം ദ ഡാർക്ക്നെസ് ഓഫ് ദ സോൾ എന്നാണ് ഈ സിനിമയുടെ പേര്. ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഇവിടുത്തെ ആ ഒരു ഫോക്ലോർ, ആ ഒരു കൾച്ചറിനെയൊക്കെ ആസ്പദമാക്കിയിട്ടുള്ള സിനിമയാണ്. അപ്പോൾ ഇതിനകത്ത് പിഫോം എന്ന് പറയുന്ന ഈ മനുഷ്യ ശരീരത്തിൻ്റെ, അതായത് ആന്തര അവശിഷ്ടങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് പോകുന്ന ഒരു ദുഷ്ടശക്തി, ഒരു വളരെ ഈവിൾ ആയിട്ടുള്ള ഒരു ശക്തി. ആ ശക്തി പലരുടെയും ദേഹത്ത് കയറുന്നു. അപ്പം അങ്ങനെ ആളുകൾ മരിക്കുന്നു. അപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ, ആരുടെ ദേഹത്താണ് ഈ ദുഷ്ടശക്തി കയറിയിരിക്കുന്നത്, അതിനെ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്ന അങ്ങനെ ഒരു സ്റ്റോറി ലൈനാണ് ഈ സിനിമയ്ക്കുള്ളത്. നമ്മൾ പുറം രാജ്യങ്ങൾ, അതായത് വിദേശ സിനിമകളൊക്കെ കാണുമ്പോൾ അവരുടെ കൾച്ചർ, അവരുടെ ട്രഡീഷൻ, അതിലേക്ക് ഊന്നിയിരിക്കുന്ന ഇതുപോലുള്ള പടങ്ങൾ. ഇപ്പോൾ തായ്ലൻഡിലെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു, ഞാൻ ഇന്നലെ ഈ സിനിമ കണ്ടപ്പോൾ, ഈ സാധാരണ സിനിമകളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് മൾട്ടിപ്ലക്സുകളിൽ ഒരു 10-20 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു പരസ്യം ഇടുന്ന പരിപാടിയുണ്ട്. ഇവിടെയും അങ്ങനെയൊക്കെ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ഏകദേശം 20 മിനിറ്റോളം പരസ്യമല്ല, ആക്ച്വലി വരാൻ പോകുന്ന സിനിമകളുടെ ട്രെയിലേഴ്സാണ്. അപ്പോൾ ഈ ട്രെയിലേഴ്സിൽ കൂടുതലായിട്ട് തായ് ഫിലിം വരുന്നതെല്ലാം ഹൊറർ. അതായത് എനിക്ക് തോന്നുന്നു ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ജോണർ എന്ന് പറയുന്നത് ഹൊററാണെന്ന് തോന്നുന്നു. പിന്നെ ഈ PMAC പോലുള്ള ഹൊറർ കോമഡികൾ, ആ ജോണറിലുള്ള പടങ്ങളുടെ കുറച്ച് ട്രെയിലേഴ്സ് വന്നിരുന്നു. അപ്പോൾ എന്നാലും കൂടുതലായിട്ട് വളരെ ഡാർക്കായിട്ടുള്ള, ഇൻറ്റൻസ് ആയി കഥ പറയുന്ന അങ്ങനെയുള്ളൊരു ഹൊറർ ഫിലിം എന്നാണ് 15. അതായത് മിക്ക സിനിമകളുടെ റേറ്റിംഗ് എന്ന് പറയുന്നത് 15 വയസ്സിന് മുകളിലേക്ക് ആളുകൾക്ക് കാണാൻ പറ്റുന്ന ആ റേറ്റിങ്ങിൽ വരുന്ന ഹൊറർ ഫിലിമുകളാണ്. അപ്പോൾ ഈ സിനിമയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രാമം, അതായത് തായ്ലൻഡിൽ ഒരുപാട് ഗ്രാമപ്രദേശങ്ങളുണ്ട്. ആ പ്രദേശങ്ങളിൽ നടക്കുന്ന ഈ പിഫോങ് എന്ന് പറയുന്ന ഈ ഒരു ദുഷ്ടശക്തി ആരുടെ ദേഹത്താണ് എന്ന് അന്വേഷിക്കുന്ന ഒരു പറ്റം ഗ്രാമവാസികളുടെ കഥയാണ്. ആ ഗ്രാമവാസികളുടെ കൂട്ടത്തിൽ നമ്മുടെ നായകനുണ്ട്. നായകൻ എന്ന് പറയുന്നത് ബാങ്കോക്കിൽ ജോലി ചെയ്യുന്ന, അത്യാവശ്യം മോഡേൺ ചിന്താഗതിയൊക്കെയുള്ള ഈ പറയുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള ഈ ആചാരങ്ങൾ, അനാചാരങ്ങൾ, ഇതിനെല്ലാം എതിർക്കുന്ന, എന്നാൽ ഈ പറയുന്ന നായകന്റെ അച്ഛനെ കൊന്നത് ഇതുപോലുള്ളൊരു ദുഷ്ടശക്തിയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് ദുഷ്ടശക്തിയുടെ പണിയാണോ, അല്ലെങ്കിൽ ഈ പേരും പറഞ്ഞ് ആരെങ്കിലും ഒക്കെ കൊല്ലുന്നതാണോ എന്നുള്ളൊരു അന്വേഷണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് സിനിമ പറയുന്നത്. രസമായിട്ടാണ് പോകുന്നത്. ഈ തായ് ഹൊറർ സിനിമയുടെ പേസിങ് എന്ന് പറയുന്നത് വളരെ അവർ ആ ഒരു മൂഡ് സെറ്റിംഗ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലൂടെ കഥ പറയുന്നതാണ്. അപ്പോൾ കുറച്ച് നമ്മളൊക്കെ പറയുന്ന പോലെ കുറച്ച് ലാഗ്, ആ ഒരു ഫീലൊക്കെ ഉണ്ടാവുമെങ്കിലും അവർ ആ വേൾഡ് സെറ്റിംഗ്, അവരുടെ ആ ലോകത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവരുടെ ഈ വയലൻസ് എടുത്തിരിക്കുന്ന രീതിയെല്ലാം ഇവർ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ചെറിയ ബഡ്ജറ്റ് പടമാണെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പക്ഷെ അതിനകത്ത് ഒരു ഇൻറ്റൻസ് ആയിട്ട് കാണിക്കുന്ന ആ ഹൊറർ സീനുകൾ, അതെല്ലാം നല്ല രസമുണ്ട്. പിന്നെ പടം കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ഈ സിനിമയെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് IMDb-യിലൊക്കെ നോക്കിയപ്പോൾ വളരെ മോശം റേറ്റിംഗ് ആണ്. IMDb റേറ്റിംഗ് എന്ന് പറയുന്നത് 4.5 അങ്ങനെയൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഒന്നുമില്ല ഈ സിനിമയിൽ. നോർമൽ നമ്മൾ കണ്ടു പഴകിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഇന്തോനേഷ്യൻ ഹൊറർ ഫിലിമൊക്കെ ഉണ്ടല്ലോ, ആ ഒരു കൈൻഡ് ഓഫ് ഇന്തോനേഷ്യൻ ഹൊറർ ഫിലിമിൻ്റെ ആ രീതിയിലേക്ക് പോകുന്നില്ലെങ്കിൽ പോലും ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഇന്തോനേഷ്യൻ ഹൊറർ ഫിലിംസ് എല്ലാം കുറച്ചും കൂടി ഒരു വലിയ സ്കെയിലിൽ വരുന്ന, കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഫിലിമായിട്ടാണ് എനിക്ക് തോന്നിയത് ഈ പറയുന്ന തായ് ഫിലിമിനേക്കാളും. പക്ഷേ ഒരു ചെറിയ ബഡ്ജറ്റിൽ നിന്നാണെന്നുണ്ടെങ്കിലും ആ ഒരു ഇൻറ്റൻസ് സീൻസ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്, ആ ഒരു ബിൽഡപ്പ് സീനുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൊള്ളാം. പിന്നെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈനും കാര്യങ്ങളൊക്കെ തന്നെയാണ്. കാര്യമായിട്ട് അങ്ങനെ വൻ ട്വിസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല. ഈ
ഇതേ കഥാഗതിയുള്ള ഒരുപാട് ഇൻഡി ഫിലിംസ് എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ നോക്കുമ്പോൾ നല്ലത് എന്ന് പറയാനും ഇല്ല, മോശം എന്ന് പറയാനും ഇല്ല, അങ്ങനെ നിൽക്കുന്ന ഒരു ഡീസന്റ് ആയിട്ടുള്ള ഒരു മൂവി എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ വല്ലപ്പോഴും കിട്ടുന്നതാണ് അവരുടെ ട്രഡീഷനിൽ നിൽക്കുന്ന ഇതുപോലുള്ള സിനിമകൾ. അപ്പോൾ നമ്മൾ എല്ലാ സിനിമകളും കാണണമല്ലോ, എല്ലാവരും ജീവിത രീതി, ആ ഒരു കൾച്ചർ, ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലുള്ള സിനിമകളിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഒരു ഡീസന്റ് ആയിട്ടുള്ള സിനിമ മൂവി എക്സ്പീരിയൻസ് ആയിരുന്നു ഈ പറയുന്ന ഹഗോം ദ ഡാർക്ക്നെസ് ഓഫ് ദ സോൾ.